ഞാൻ പാടുന്നൊന്നുമില്ല, പക്ഷേ വളരെ മനോഹരമായൊരു ഗാനമാണത്. എനിക്ക് തോന്നുന്നു സിനിമ കൊള്ളൂല്ലെങ്കിലും പാട്ടുഗ്രനാണ്. അപ്പോൾ പ്രണയത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. രണ്ട് മനുഷ്യർ തമ്മിലുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ് പ്രണയം എന്ന് പറയുന്നത്. പ്രണയം മാത്രമല്ല, എല്ലാ ബന്ധങ്ങളും അതുപോലെ തന്നെയാണ്. ഏതൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സൗഹൃദം കൂടിയാണല്ലോ. അപ്പോൾ രണ്ട് വ്യക്തികൾ അങ്ങനെയുള്ളൊരു തീവ്രമായിട്ടുള്ളൊരു സൗഹൃദത്തിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോൾ ഒന്ന് ചുഴിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അതിലൊരു വ്യക്തി എപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രണയം കാട്ടുതീ പോലെ ആയിരിക്കും. ചിലപ്പോൾ അതിൽ വെന്തെരിഞ്ഞ് തീരാൻ അദ്ദേഹം റെഡി ആയിട്ടുണ്ടാവും. അത്രയധികം ആത്മാർത്ഥതയോട് കൂടിയിട്ട് റിലേഷൻഷിപ്പിനെ സമീപിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. എന്നാൽ മറ്റേയാൾ ഒരുപക്ഷെ കമ്പാരിറ്റീവ്ലി തീവ്രമാണെന്ന് പുറമേ ഉള്ളവർക്ക് തോന്നുകയും എന്നാൽ റിലേഷൻഷിപ്പിൽ കമ്പാരിറ്റീവ്ലി വീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഒരു തകർച്ചയായിരിക്കും. അപ്പോൾ അതൊരു പ്രണയം മാത്രമല്ല, സൗഹൃദത്തിലും മറ്റേത് ബന്ധത്തിലും ഇങ്ങനെ സംഭവിക്കാം. ഈ പറഞ്ഞ സ്ട്രോങ് ആയിട്ടുള്ള പ്രണയമുള്ള വ്യക്തിയുടെ പ്രണയം എന്ന് പറയുന്നത് ഒരു കാട്ടുതീയാണെങ്കിൽ, ഈ വീക്കായിട്ടുള്ള വ്യക്തിയുടെ പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗ്യാസ് അടുപ്പിലെ തീ പോലെയാണ്. ആവശ്യാനുസരണം അത് കത്തിക്കാം, വേണ്ടെങ്കിൽ ആവശ്യം കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാം. ഇയാളെപ്പോഴും ഈ വ്യക്തിയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പ്രണയത്തിൽ മാത്രമല്ല, സൗഹൃദത്തിലും മറ്റേതൊരു കുടുംബ ബന്ധത്തിലായാലും ശരി, ഒരുപക്ഷെ നമ്മളിൽ പലരും ഇതേ അവസ്ഥയിൽ കടന്നുപോയിട്ടുള്ളവരായിരിക്കാം. ഈ കറിവേപ്പിലപ്പട്ടം ചാർത്തപ്പെട്ട് മാറ്റി നിർത്തുന്നതിൻ്റെ ഒരു വേദന അത് ആഴത്തിലുള്ളതാണ്. ഇങ്ങനെയുള്ള രണ്ടു പേരുടെ പ്രണയത്തിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തത് സെപ്റ്റംബർ 30-നാണത്രേ. ഞാനെന്താ പരസ്പര ബന്ധമില്ലാത്ത കാര്യം സംസാരിക്കുന്നതാണോ? ഇത് KR മീരയുടെ സെപ്റ്റംബർ 30 എന്ന കഥയാണ്. ഇത് വെറും ഒരു കഥ മാത്രമായിട്ടല്ല, ഒരു കഥാസമാഹാരത്തിലെ രണ്ടാമത്തെ കഥയായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതിൽ വേറെയും കഥകളുണ്ട്. ആദ്യത്തെ കഥയുടെ പേര് ആൺപ്രേതം എന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തൻ്റെ പ്രണയിനി, വെറും പ്രണയിനിയില്ല, എക്സ് ലവർ മരിച്ചുപോയ ആൺ സുഹൃത്തിനോട്, കമിതാവിനോട് സംസാരിക്കുന്നതായിട്ടാണ് ആ കഥ പോകുന്നത്. അതിൽ രണ്ടാമത്തെ കഥയാണ് ഞാൻ പറഞ്ഞ സെപ്റ്റംബർ 30 എന്ന് പറയുന്നത്. അതിൽ മൂന്നാമത്തെ കഥയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥ എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയും അതുതന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നതും, ഭഗവാന്റെ മരണം എന്ന് പറയുന്നത്. ഈ കഥയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെ വിമർശിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തിയ വാഗ്മിയും സാമൂഹ്യ പരിഷ്കർത്താവുമായ ഒരു പ്രൊഫസറെ, അദ്ദേഹത്തെ കൊല്ലുവാൻ എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അതേ മതത്തിൻ്റെ തീവ്ര അനുയായിയായ അമര എന്നു പേരുള്ള യുവാവ് ആയുധമേന്തി തോക്കുമായി ഇദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തെത്തുകയാണ്. പിന്നീട് അങ്ങോട്ട് ഈ യാദൃശ്ചികമായിട്ട് പ്രൊഫസർ ഈ കൊല്ലാൻ വന്ന അമര എന്ന് പറഞ്ഞ യുവാവിനെ കാണുകയാണ്. പിന്നീട് അങ്ങോട്ട് ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം കൊല്ലാൻ വന്ന ഒരു വ്യക്തിയോട് ഈ പ്രൊഫസർ സമീപിക്കുന്ന ആ ഒരു രീതിയുണ്ട്, അത് വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള പല ചോദ്യങ്ങളുമാണ് ഈ പ്രൊഫസർ ഇയാളോട് ചോദിക്കുന്നത് എന്ന് പറയുന്നത്. ഈ കൊല്ലുവാൻ ആയുധധാരിയായി എത്തിയ യുവാവിനോട് ചോദിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, താങ്കളുടെ മതത്തിൻ്റെ തന്നെ വിശുദ്ധ ഗ്രന്ഥം വായിച്ചിട്ടുണ്ടോ എന്നാണ്. അദ്ദേഹം ആ ഗ്രന്ഥം കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ ആ മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് ഈ പ്രൊഫസർ ഈ വ്യക്തിക്ക് വായിക്കാൻ കൊടുക്കുകയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെ കൊല്ലാൻ വന്നതിൻ്റെ ശിക്ഷ എന്നുള്ള രീതിയിൽ നിരവധി പുസ്തകങ്ങൾ ഈ അമരയെ കൊണ്ട് പ്രൊഫസർ വായിപ്പിക്കുകയും പിന്നീട് അദ്ദേഹം നേരായ മാർഗത്തിലേക്ക് നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ അമരയും പ്രൊഫസറും തമ്മിലുള്ള സംഭാഷണം വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ളവയാണ് കേട്ടോ. ഈ ഒരു കാലഘട്ടത്തിൽ എഴുത്തുകാർ പോലും നിശബ്ദരായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സംസാരിക്കുമ്പോൾ കൊല്ലപ്പെടുകയാണ് അല്ലേ. ഗൗരി ലങ്കേഷിനെയും കൽബുർഗിയും പൻസാരയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ ആൾക്കാർ ഈ പറഞ്ഞ പോലെ വിമർശനത്തെ ഭയക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആശയം പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ വിമർശിച്ചുകൊണ്ട് സഭ്യമായ രീതിയിൽ സംസാരിക്കുമ്പോൾ അതിനെതിരെ ആയുധം കൊണ്ടും ആക്രോശം കൊണ്ടുമാണ് അല്ലേ. ആയുധം കൊണ്ട് മാത്രമല്ല, വാക്കുകൾ കൊണ്ടുള്ള ആക്രോശമാണ് അതിനേക്കാൾ വളരെ വലുതായിട്ടുള്ളത് ഇപ്പോൾ. കാരണം ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏതെങ്കിലും ഒരു ആശയം പങ്കുവെക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ നമുക്ക് വരുന്ന പ്രതികരണങ്ങൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാലഘട്ടത്തിൽ ഈ മരണഭയത്തോടു കൂടിയാണ് എഴുത്തുകാർ ഇന്ന് പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിമർശനം എഴുതുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതിന് ശേഷം വരുന്ന സംഗീയണ്ണൻ എന്ന് പറയുന്ന കഥ, അതും ഏകദേശം ഇത്തരത്തിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് മീര പറഞ്ഞു വെക്കുന്നത്. അതിനുശേഷം വരുന്ന സ്വച്ഛ് ഭാരത് ആയാലും മാധ്യമധർമ്മൻ എന്ന് വരുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ഇന്നത്തെ മാധ്യമങ്ങളെക്കുറിച്ച് ആണ്, മാധ്യമങ്ങൾക്കെതിരെയുള്ളൊരു വിമർശനമാണത്. വാർത്തകൾ സൃഷ്ടിക്കുന്നതും അത് ഇല്ലാതാക്കുന്നതും മാധ്യമങ്ങൾ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് സാഹിത്യ ഭംഗി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരം സാഹിത്യ ഭംഗിയോടുകൂടി അത് പ്രതീക്ഷിച്ചുകൊണ്ട് പുസ്തകം വായിക്കരുത്. ഇന്നത്തെ സാമൂഹിക സാംസ്കാരിക ചുറ്റുപാടിൽ നമുക്ക് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു പുസ്തകം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. പറഞ്ഞതുപോലെ അപ്പോൾ ഇന്നത്തെ പുസ്തക പരിചയത്തിൽ KR മീരയുടെ ഭഗവാന്റെ മരണം
പറ്റുമെങ്കിൽ എല്ലാവരും വായിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.